വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. വർഗീയ പരാമർശത്തിൽ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളാപ്പള്ളി അനുഭവം പറയുമ്പോൾ ഞാൻ എന്തിന് ലീഗിനെ വെള്ളപൂശണമെന്ന് പിണറായി ചോദിച്ചു. BJP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അയ്യപ്പ സംഗമത്തിന് വിളിച്ചിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും മീഡിയ വണ്ണിന് അനുവദിച്ച അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാപ്പള്ളി തന്റെ കാറിൽ കയറിയതിൽ അപാകതയില്ല. കാറിൽ ആര് കയറി എന്നതിലല്ല തന്റെ രാഷ്ട്രീയ നിലപാട്. വെള്ളാപ്പള്ളി നടേശൻ അനുഭവം പറയുമ്പോൾ താൻ എന്തിന് മുസ്ലിം ലീഗിനെ പിന്തുണച്ച് നിലപാട് പറയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയുമ്പോൾ ലീഗ് അങ്ങനെയല്ല, അങ്ങനെ വെക്കുന്ന ഒരു പാർട്ടിയല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യം എന്താണ്? മലപ്പുറത്തെ പക്ഷേ താങ്കൾക്ക് അറിയേണ്ടതല്ലേ? അല്ല, മലപ്പുറത്തിന്റെ കാര്യമല്ല, ലീഗിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ ലീഗിനെ കുറിച്ചൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ആഗോള അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. അതെ, അത് അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം വന്നില്ല, സന്ദേശം അയച്ചു. അദ്ദേഹത്തെ ക്ഷണിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോടതി തന്നെ നിലപാട് മാറ്റിയില്ലേ എന്നും മുഖ്യമന്ത്രിയുടെ ചോദ്യം. സുപ്രീം കോടതിയുടെ നിലപാടാണല്ലോ വ്യക്തമാക്കേണ്ടത്. സുപ്രീം കോടതി എങ്ങനെയാണ് ചിന്തിക്കുന്നത് പരിശോധിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കെടുക്കാം, അന്നേരം എടുക്കാം. നമ്മളൊരു ധൃതി പിടിച്ച് അഭിപ്രായം പറയാന്നുള്ളതല്ല വേണ്ടത്. MR അജിത് കുമാർ ആരുമായി ചർച്ച നടത്തിയെന്നത് സർക്കാരിന് അറിയേണ്ട കാര്യമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷ വിരുദ്ധ നിലപാട് എടുത്തപ്പോഴാണ് ഞങ്ങളും അവർക്കെതിരെ തിരിഞ്ഞത്. നല്ല തരത്തിൽ അവരുടെ നേതാക്കളുമായിട്ട് ചില ഘട്ടങ്ങളിൽ ചർച്ച നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് AK സെൻട്രലിൽ നിന്ന് വന്നിട്ടും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനവർക്കൊരു ശങ്കയില്ലാത്തവരാണ് കാര്യങ്ങൾ വന്ന് ചർച്ച ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് എനിക്കും വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ കുഞ്ഞികൃഷ്ണനെയും മുഖ്യമന്ത്രി തള്ളി. പാർട്ടിയിൽ ധനാപഹരണം ഉണ്ടായിട്ടില്ല. കുഞ്ഞികൃഷ്ണൻ ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി മാറിയെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. തളിപ്പറമ്പിൽ PK ശ്യാമള സ്വാഭാവിക സ്ഥാനാർത്ഥിയെന്നും TK ഗോവിന്ദനും ശത്രുക്കളുടെ കയ്യിലെത്തിയെന്നും പിണറായി പറഞ്ഞു. MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്ന നിലക്ക് എവിടെയെങ്കിലും സീറ്റ് കൊടുക്കാൻ വേണ്ടി പാർട്ടി ആലോചിച്ചിട്ടേ ഇല്ല. തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന ആലോചന വന്നപ്പോൾ ആ വനിത ആരാവണമെന്ന് അവിടെ ആലോചിക്കുകയാണ്. ഞങ്ങൾ സംസ്ഥാനത്തിൽ ആലോചിക്കുന്ന കാര്യമല്ല, അവിടെ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് വരുന്ന പേരാണ് ശ്യാമള ടീച്ചറുടെ. കേരളത്തിന്റെ മുന്നോട്ടു പോക്കിന് LDF വേണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോറ്റാൽ വനവാസത്തിന് പോകുമെന്ന VD സതീശന്റെ പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം മറുപടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം. അല്ല, അദ്ദേഹത്തോട് എന്തെങ്കിലും ഉപദേശമുണ്ടോ? അദ്ദേഹത്തെ നഷ്ടപ്പെടാൻ പാടില്ല. അത് ഞാൻ പറയാൻ വെച്ചിരിക്കുകയാണ്, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയൂ, ഇപ്പൊ പറയുന്നില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ 1.